നല്ലൊരു അടിപൊളി ഉണക്ക ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതും നമ്മുടെ അമ്മിയിൽ അരച്ചെടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഉണക്ക ചെമ്മീൻ, ചെറിയുള്ളി, ഉണക്കമുളക്, പുളി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഉണക്ക ചെമ്മീൻ്റെ തലയും വാലും കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചുവന്നുള്ളിയും ഉണക്കമുളകും പുളിയും കൂടി ഇട്ടുങ്ങായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിന്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഉണക്ക ചെമ്മീനും ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആ ചൂട്ടോടുകൂടെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. അമ്മിയിൽ തന്നെ അരയ്ക്കണമെന്നില്ല, മിക്സിയുടെ ജാറിലായാലും അരച്ചെടുത്താൽ മതി. അമ്മിയിൽ അരയ്ക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടും. കല്ലുപ്പും കൂടെ ഇട്ട് അരയ്ക്കേണ്ടതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിടാനായിട്ട് ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അരച്ച് പകുതി ആയപ്പോഴാണ് ഉപ്പിട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. പിന്നെ വിചാരിച്ചു എല്ലാം കൂടെ ഒന്ന് പകുതി അരപ്പിലെടുത്തിട്ട് പിന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ പകുതിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ പൊടിയുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കല്ലുപ്പാണ് ഒന്നും കൂടെ നല്ലത്. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൽക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഒരു ചമ്മന്തി മാത്രം മതി. നല്ല ചൂട് ചോറും ഈ ഒരു ചമ്മന്തിയും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ചമ്മന്തി അരച്ചെടുത്തതിന് ശേഷം ഈ അമ്മീമേൽ കുറച്ച് ചൂടുള്ള ചോറിട്ടിട്ട് ഒന്ന് പരത്തി കഴിക്കുന്നുണ്ട് കേട്ടോ. അതും വേറെ തന്നെ ടേസ്റ്റാണ്. ചമ്മന്തിയുടെ ഒപ്പം ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.